അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികളുമായി സമവായത്തിന് സർക്കാർ നീക്കം നടത്തുന്നു. തിങ്കളാഴ്ച ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രി റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തും. ജനുവരി 27 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുള്ള സമരപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഈ ചർച്ച. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, റേഷൻ വ്യാപാരികൾ റേഷൻ കടകൾ അടച്ചിട്ടുള്ള അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഭക്ഷ്യമന്ത്രി GR അനിൽ ഇവരുമായി നാളെ ചർച്ച നടത്തുന്നു. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ? എന്താണ് റേഷൻ വ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം? ശ്രീനന്ദ. വിനോദ്, 2018 മുതൽ നിലനിൽക്കുന്ന റേഷൻ വ്യാപാരികൾക്ക് കിട്ടാതെ പോകുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓണത്തിന് ലഭിക്കാനിരുന്ന ഓണറേറിയം 1000 രൂപയുടെ പദ്ധതി കിട്ടാതിരുന്ന സാഹചര്യത്തിലുമാണ് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. എന്നാൽ നിരവധി തവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ നടപടികളും സർക്കാർ എടുത്തിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ മന്ത്രി GR അനിലിൻ്റെ നേതൃത്വത്തിൽ നിയമസഭാ മന്ദിരത്തിലാണ് നാളെ യോഗം ചേരുന്നത്. റേഷൻ വ്യാപാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നാളെ യോഗം ചേരുന്നത്. ഇങ്ങനെ യോഗം ചേർന്നില്ല എന്നുണ്ടെങ്കിൽ 27-ാം തീയതി മുതൽ 4 ദിവസത്തേക്ക് റേഷൻ കടകൾ അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 4 ദിവസത്തേക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ റേഷൻ കടകൾ സാധാരണക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന അടിസ്ഥാനവും ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപിൽ നടന്ന ചർച്ചകളിലും യാതൊരുവിധ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതിനാൽ ഈ ചർച്ചയും അലസിപ്പോകാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ അലസിപ്പോയി കഴിഞ്ഞാൽ 27-ാം തീയതി അവർ സമരവുമായി മുന്നോട്ട് പോവുകയും അനിശ്ചിതകാലത്തേക്ക് 4 ദിവസത്തേക്ക് റേഷൻ കടകൾ അടച്ചിടുകയും അതുപോലെ തന്നെ ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും 31-ാം തീയതി ജില്ലാ ഓഫീസിലേക്കും സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്താനും റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ സമവായ ചർച്ച ഏതെങ്കിലും വിധത്തിൽ ഫലം കാണുമോ എന്നുള്ള ഒരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് വിനോദ്. തീർച്ചയായും രജനി, റേഷൻ കടകൾ ഇങ്ങനെ അടച്ചിടുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം അന്നം മുട്ടിക്കുന്ന ഒരു സമീപനമാകും. പക്ഷേ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കുകയും വേണം. അവർ എല്ലാ ദിവസവും ഇങ്ങനെ റേഷൻ കട മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്, കുറേ കുടുംബങ്ങളുണ്ട്. അവർക്ക് ആനുകൂല്യങ്ങളൊന്നും നൽകാതെ അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും? സമരമല്ലാതെ വേറെ മാർഗമില്ല. ഇതുപോലെ നേരത്തെയും സമരം നടത്തിയപ്പോഴും ഈ ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ. പക്ഷെ അതെല്ലാം പ്രഹസനമാകുന്ന കാഴ്ചകളാണ്. ഇതും അതുപോലെ ആകുമോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് വ്യാപാരികളുള്ളത്.